സർ ആ വാടോ ഒരു 5 മിനിറ്റ്സ്. ആ 250 ഗ്രാം എന്ന് പാക്കറ്റിൽ എഴുതിയാൽ അതിലെ മസാലയുടെ ക്വാളിറ്റി അല്ല, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. 250 ഗ്രാം തന്നെ വേണം, 230 ഗ്രാം പോരാ. അപ്പോ വെറും 1/4 കിലോ പാക്കറ്റിൽ നിന്ന് നിങ്ങളുടെ കമ്പനി അടിച്ചു മാറ്റുന്നത് 20 ഗ്രാമാണ്. അങ്ങനെ വരുമ്പോ മാസത്തിൽ ആയിരക്കണക്കിന് ടൺ വിറ്റഴിക്കുന്ന നിങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്ന ഇല്ലീഗൽ പ്രോഫിറ്റ് എത്രയാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഉണ്ടോ? അല്ലെങ്കിൽ വേണ്ട, കണക്ക് എൻ്റെ കയ്യിലുണ്ട്. വെറും 10 ലക്ഷം രൂപയിലേ ഞാൻ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. കൺസ്യൂമർ കോർട്ടിലെ കേസ് ഞാൻ പിൻവലിച്ചേക്കാം. എന്ത് പറയുന്നു? അടുക്കളയിൽ ആളില്ലാത്തത് കൊണ്ടാണ് ചായ എടുക്കാത്തത്. അയ്യോ താങ്ക് യു സർ. സോ ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ഇനി ഒരു മീറ്റിംഗ് ഉണ്ടാവില്ല. നിങ്ങളുടെ സൈലൻസ് എന്നെ വല്ലാതെ അങ്ങ് പ്രവോക്ക് ചെയ്യുന്നുണ്ട്. താൻ കോടതിയിൽ ഞങ്ങളെ അങ്ങ് ഉലത്തും എന്നാണ് ഈ സൈലൻസിന്റെ അർത്ഥമെങ്കിൽ പോകുന്ന വഴിക്ക് ഹാർട്ടി കണ്ടോളൻസസ് എന്നെഴുതിയ ഒരു റീത്ത് ഞാൻ വാങ്ങിച്ചു തരാം. ഒരാഴ്ച കഴിഞ്ഞ് കമ്പനിയുടെ ഗേറ്റിൽ തൂക്കാം. അതല്ല സർ, 10 ലക്ഷം. 1 രൂപ കുറയത്തില്ലെന്ന് മാത്രമല്ല, ഇനി നിന്ന 10-15 ആവും, 15 പിന്നെ 25 ആവും. അയ്യോ സാർ, പണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടാണോ? അതിങ്ങോട്ട് സർവം ശിവമയം. ഇവൻ പണ്ടാരവടങ്ങി പോണേ എന്ന് തന്നെയല്ലേ സാറ് മനസ്സിൽ പറഞ്ഞത്? അയ്യോ അങ്ങനെയൊന്നും അല്ല സാർ. വിട്ടോ. ശരി സാർ. സാറ് ഭയങ്കര നീ വാ, എന്നെ ഒന്ന് ടൗണിലോട്ട് ഇറക്കണം. സാറ് ഭയങ്കര കില്ലാടിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്ഥിരം നമ്പേഴ്സ് അല്ലേ മോനെ. ജോബേട്ടാ, ഞാൻ എന്താ ജോലിയുടെ മുമ്പിൽ എത്താറേ? റെഡിയല്ലേ? ഓക്കെ. അല്ല സാറേ, എങ്ങോട്ടാ പോണ്ടേന്ന് പറഞ്ഞില്ലല്ലോ. നിനക്ക് ടൗണിൽ ജോബേട്ടൻ്റെ ജ്വല്ലറി അറിയാം? പിന്നെ ഞങ്ങൾ ഡ്രൈവേഴ്സിന് അറിയാത്ത ജ്വല്ലറി ഉണ്ടോ? മൂപ്പര് നമ്മുടെ ഒരു ഫ്രണ്ടാ. ഞാനും പുള്ളിയും കൂടെ ഒന്ന് ചെന്നൈ വരെ പോവാ. അല്ല സാറേ, അപ്പൊ സാറിന്റെ വീട്ടിലാരും ഉണ്ടാവില്ലോ? സാറിനെ പോലെ ഒരാളുടെ വീട് ആളില്ലാതെ പൂട്ടിയിട്ട് പോണേ സേഫ് ആണോ? ഇക്കാലത്ത് ടിവിയും VCR ഒക്കെ അടിച്ചോണ്ട് പോകുന്ന കള്ളന്മാരൊന്നും ഇല്ലടോ. വേറെ ഒരു സാധനവും അവിടെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുകയല്ല. താനേതായാലും ചോദിച്ചു നന്നായി. കാറെന്നാ വീട്ടിൽ ഇടണ്ട, എൻ്റെ കയ്യിൽ വെച്ചോ. 2 ദിവസം ബെൻസിലൊക്കെ ഒന്ന് കറങ്ങടോ. മറ്റന്നാൾ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നെ വിളിച്ചോളാം. സർ. ഡോ സർ, 19 ലക്ഷത്തിന്റെ വണ്ടി തന്നേച്ച് പോകുന്നതല്ലേ? സോറി.